ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അച്ചു ആൻഡ് ദിസ് ഈസ് കേശു. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എക്കോ ടൂറിസത്തിലാണ് കേട്ടോ. ഇവിടെ നല്ല എക്സൈറ്റിംഗ് കാഴ്ചകളാണ് നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. ആനകളെ ട്രെയിൻ ചെയ്യിക്കുകയും അവർക്ക് വേണ്ട പരിശീലനം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അകത്തെ കാഴ്ചകൾ കാണാം അല്ലേ? ബാ. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജയകൃഷ്ണേട്ട ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു. ടിക്കറ്റ് എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നേരെ എൻട്രൻസിലേക്ക് കടന്നു. അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കാണുന്നത് കോന്നിയിലെ ഏറ്റവും പ്രശസ്തമായ ആനക്കൂടാണ്. ആനകളെ ചട്ടം പഠിപ്പിക്കാനാണ് ഈ ഒരു കൂട് ഉപയോഗിച്ചിരുന്നത്. ഒരേ സമയം 6 ആനകളെ വരെ ഈ ഒരു കൂട്ടിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. കമ്പകം എന്ന് പറയുന്ന ഒരു തടി വെച്ചിട്ടാണ് ഈ ഒരു കൂട് നിർമ്മിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ കമ്പകം എന്ന മരത്തിന്റെ തടി തന്നെ ഈ ഒരു കൂട് നിർമ്മിക്കുന്നതിനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനക്കോട് കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള കുട്ടികളുടെ പാർക്കിലേക്കാണ്. വിശാലമായൊരു പാർക്കാണ് കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പാർക്കിനോട് ചേർന്നുള്ള എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എലിഫന്റ് മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മ്യൂസിയത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ കൊമ്പനാനയെ കാണാം. ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ആനയെ കാണുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഗാലറിക്കകത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫ്സും ആനകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ഗാലറിയിലേക്ക് കടന്നു. ആ ഒരു ഗാലറിയിൽ ആനയുടെ ഒരു വലിയ അസ്ഥികുടം പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആനയുടെ തലയോട്ടിയുടെയും കീഴ്ത്താടിയിലിന്റെയും ഒക്കെ അസ്ഥിയും നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ആനയെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെയും നമുക്കിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഗാലറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് മറ്റൊരു റൂമിലേക്കാണ്. ആ ഒരു റൂമിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നു എന്നൊരു ക്യാപ്ഷനോട് കൂടി ഒരുപാട് ജീവജാലങ്ങളുടെ റിയൽ ശബ്ദം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഈ ഒരു ഗാലറി ഒരുക്കി നൽകുന്നുണ്ട്. എലിഫന്റ് മ്യൂസിയം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എലിഫന്റ് ആർട്ട് ഗാലറിയിലേക്കാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനത്തെയും ആർട്ട് ഫോംസ്, ആനകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് ഫോംസ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എലിഫന്റ് ആർട്ട് ഗാലറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ റിയൽ എലിഫന്റ്സിനെ കാണാനാണ് കേട്ടോ. ഒരു 3-4 പേര് അവിടെയുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആളുകളെന്ന്. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനായിട്ടുള്ള കൊച്ചയ്യപ്പനെയാണ്. ഇത് കൃഷ്ണനാണ് കേട്ടോ. ഈ നിൽക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ആൾ അവിടെ നിൽക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണെന്ന്. ഇവിടെ നിന്ന് നമ്മൾ ഇനി കാണുന്നത് ഈവയാണ്. ഈവയ്ക്ക് 24 വയസ്സാണുള്ളത്. ഇത് മീനയാണ്, 34 വയസ്സ്. ഈ ആനകളുടെ എല്ലാം ഡീറ്റെയിൽസ്, അവരെവിടെ നിന്നാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് ഒരു ബോർഡിനകത്ത് അവിടെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരാൾ കൂടിയുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, അത് പ്രിയദർശിനിയാണ്. കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ആള് പ്രിയദർശിനിയാണ്. 41 വയസ്സാണ് പ്രിയദർശിനിക്ക്.
ആനകളെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് 3D ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റത്തെ ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോന്നി എക്കോ ടൂറിസത്തിനെ കുറിച്ചും ആനക്കൂടിനെ കുറിച്ചും അതുപോലെ തന്നെ അടവി എക്കോ ടൂറിസത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പോൾ അതേ ഊഞ്ഞാല് കണ്ടു. ഊഞ്ഞാല് കണ്ടാൽ പിന്നെ നമ്മളെ അങ്ങ് മറക്കുമല്ലോ. ഞാനും കേശൂട്ടനോട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയതിനു ശേഷം ഞങ്ങൾ കോന്നി എക്കോ ടൂറിസത്തിനോട് വിട പറഞ്ഞു. കോന്നി ആനക്കൂടിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.